Hi all, this is Cock. Mandagini. Screenplay, direction, Vinod Leela. Spy Productions, സഞ്ജു ഉണ്ണിത്താനാണ് പ്രൊഡ്യൂസർ. ഈ സിനിമയുടെ DOP ആയിട്ടുള്ള ഷിജു എം ഭാസ്കർ കഥയും എഴുതിയിട്ടുള്ളത്, കൂടെ ഷാലു. ഷെറിൽ ആണ് എഡിറ്റർ, ബിപിൻ അശോകാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒന്ന് രണ്ട് പാട്ടുകളുണ്ട്, കൊള്ളാം. അനാർക്കലി, മരക്കാർ, അൽത്താഫ് ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ കല്യാണ വീട്, ആ ഒരു സിനാരിയോ എനിക്ക് പേഴ്സണലി വളരെ താല്പര്യമുള്ള ഒരു കോണ്ടെക്സ്റ്റാണ് കല്യാണ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കല്യാണ വീടും നമുക്കറിയാം, അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. കുറേ പരദൂഷണം പറയുന്ന കുറേ ആളുകൾ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ, പാചകക്കാർ, വെള്ളമടി ടീം. ഈ വെള്ളമടി ടീം തന്നെയായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും മിക്കപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒരു അളിയൻ, അമ്മാവൻ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അതിന് നല്ല കാസ്റ്റിങ്ങിൽ ആളുകളെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെടുത്തു പറയേണ്ടത് വിനീത് തട്ടിൽ. ഒരു രക്ഷയില്ല പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയെ കാണുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി രണ്ട് പെഗടിക്കാൻ തോന്നുന്നു. കാരണം പുള്ളിയുടെ ഒരു സംസാരം, പുള്ളിയുടെ ആ ചബ്ബി ഫേസൊക്കെ വെച്ചിട്ട് പുള്ളി വെള്ളടിക്കുന്നത് കാണാൻ ഹരമാണ്. പുള്ളി അങ്കമാലിയിൽ പെരുമ്പാമ്പിനെ കൂട്ടി വെള്ളടിച്ച മുതലേ പുള്ളിയെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പുള്ളി ഫുള്ള് വെള്ളടിയാണ്. ഇതിൽ വരുന്ന ആൾക്കാരൊക്കെ മിക്കപ്പോഴും പിന്നെ നന്നായിട്ടുണ്ട്. പുള്ളിയും ഒരു ഫുൾ ടൈം തന്നെയാണ്. കൂടാതെ ജാഫർ ഇടിക്ക് വരുന്നുണ്ട്, പുള്ളിയും വെള്ളടിച്ച് സെറ്റാണ് വരുന്നത്. അത് വിചാരിച്ചത് ഫുൾ ടൈം വെള്ളമടിപ്പടല്ലേ, ഇതിൽ വേറെ പല കാര്യങ്ങളുണ്ട്. ഇതിൽ അൽത്താഫും അനാർക്കലിയും തമ്മിലുള്ള കല്യാണവും അതിൻ്റെ അനാർക്കലിയുടെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെയാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു ലോഡ് സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. ആരും വിഷമിക്കേണ്ട, സ്ത്രീ കഥാപാത്രങ്ങൾ യാതൊരു കുറവുമില്ല. മാത്രമല്ല മാസ് കാണിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ്. അൽത്താഫിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള സരിത കുക്കു, അവരുടെ പെർഫോമൻസ് ചില സ്ഥലത്ത് എനിക്ക് നന്നായിട്ടും ചില സ്ഥലത്ത് ഓവറായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് പരദൂഷണം പറയുന്ന ഒരു ടിപ്പിക്കൽ ക്ലിഷേ കഥാപാത്രമാണ്. രശ്മി അനിലാണ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന പരദൂഷണം കുറച്ച് ഓവറായിരുന്നു. അവർ അവതരിപ്പിച്ച രീതി അതങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എന്നുള്ളത് ശരി തന്നെ. നയൻതാരയെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു കുറച്ച് ആർട്ടിഫിഷ്യലായി, ഇപ്പോൾ നാച്ചുറലി ഒരു കല്യാണ വീട്ടിലുള്ള ഒരു ടോക്കായിട്ട് ഫീൽ ചെയ്തില്ല. അശ്വതി ശ്രീകാന്ത് അൽത്താഫിൻ്റെ ചേച്ചിയായിട്ട്, അഖിലാനാഥ് നമ്മുടെ അജയ് വാസുദേവിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ്. അജയ് വാസുദേവ് ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി സാധാരണ ഒരു ഭീകരനായിട്ടല്ലേ കാണാറ്, ഇതിൽ പുള്ളി അങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ പുള്ളി ഭയങ്കര പാവമാണ്. ഇതിലങ്ങനെ പാവം ക്യാരക്ടറായിട്ടാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജിയോ ബേബി ഇതിലൊരു അടിപൊളി ക്യാരക്ടറാണ്. പുള്ളിക്ക് ഒരു തുള്ളി അടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഈ സിനിമ കണ്ടപ്പോഴും ബാക്കിയായി. മറ്റൊരു സീനിയർ ഡയറക്ടറായിട്ടുള്ള ലാൽ ജോസ് ഇതിൽ അനാർക്കലിയുടെ അച്ഛനായിട്ട് വേഷമിട്ടിട്ടുണ്ട്. പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷേ പുള്ളി നന്നായിരുന്നു. യുവ നടനും ബോഡി ഗാർഡ്സുള്ള മലയാളത്തിലെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഗണപതി ഇതിൽ ഒരു കിടിലൻ വേഷം ചെയ്തിട്ടുണ്ട്. തന്നി ഉടായ്പ് ഗണപതി കഥാപാത്രമായിട്ട് ജീവിക്കുമായിരുന്നു. നല്ല രീതിയിൽ ഗണപതി ഈ കഥാപാത്രം റണ്ടർ ചെയ്തിട്ടുണ്ട്. കിടു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജൂഡ് ആൻ്റണി ജോസഫ്, ഒരു മണഗുണാഞ്ചൻ, ഒരു SI ആയിട്ടുള്ള ഒരാൾ. പുള്ളി ആസ് യൂഷ്വൽ അതങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്കമാലി എയർപോർട്ടിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പ്ലെയിനുകൾ വരുന്നതും പോകുന്നത്, എയറോപ്ലെയിൻ വരുന്നതും പോകുന്നതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും ഫ്ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അത് സിനിമയുടെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. ഇതിൻ്റെ സൗണ്ട് രംഗനാഥ് രവിയെ ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ സൗണ്ട് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ പുള്ളി ആ രീതിക്ക് ചെയ്യുന്ന ആളാണല്ലോ. അൽത്താഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് പഴയൊരു വിൻറ്റേജ് ശ്രീനിവാസൻ ക്യാരക്ടറല്ലേ. ശ്രീനിവാസൻ്റെ ആക്ടിങ്ങും അൽത്താഫിൻ്റെ ആക്ടിങ്ങും അല്ല ഞാൻ പറയുന്നത്. അൽത്താഫിന് യൂണീക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈലും ഡയലോഗ് ഡെലിവറി ഉണ്ട്. അത് പുള്ളി സാധാരണ ചെയ്യുമ്പോഴാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചൊരു പൊട്ടം കളിക്കുന്ന, കുറച്ച് നന്മയുള്ള, കുറച്ചിങ്ങനെ ഇടയ്ക്ക് ഒരു ഒരു ഉച്ചളയെ മാറുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. പക്ഷേ ആൾ ബേസിക്കലി നല്ലൊരാളുമാണ്. അങ്ങനത്തെ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ശ്രീനിവാസൻ ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ട് സിമിലാരിറ്റി തോന്നാവുന്ന ഒരു ക്യാരക്ടറാണ് അൽത്താഫ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇനഫ് സ്പേസ് കൊടുക്കുക അല്ലെങ്കിൽ ഡോമിനൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് തിരക്കഥയിൽ അന്തർലീനമായിട്ട് നാച്ചുറലി സംഭവിക്കണം. ഈ സിനിമയിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഏജൻറ്റ് ടീന അവർ ട്രെയിൻഡാണ്, അവരങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ ഭീമൻ്റെ വഴിയിൽ അവരൊരു റെസ്റ്ററാണ്, അപ്പോൾ അവരങ്ങനെ കാണിക്കും. ഇതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ഫിസിക്കലായിട്ട് മാസ് കാണിക്കുന്ന സമയത്ത് ഓക്കെ അതിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എന്നുള്ള സത്യമാണ്. ഇത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്കായി കഴിഞ്ഞാലും പുരുഷന്മാരായി കഴിഞ്ഞാലും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളെ അങ്ങനെ അടയാളപ്പെടുത്തുന്നതിൽ എത്രത്തോളം കൺവിൻസിങ് ആണ്
എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഭീകരമായിട്ട് കീറിമുറിക്കേണ്ട ഒരു സിനിമയൊന്നുമല്ല, ഞാൻ പിന്നെ പറഞ്ഞെന്ന് മാത്രം. ആസ് എ ഹോൾ വളരെ ഫണിയായിട്ടുള്ള, നല്ല രസമുള്ള, നല്ല വെള്ളമണി സീനുകളുള്ള, ഒരു ഓളമുള്ള ഒരു ചെറിയ സിനിമ. അതാണ് മന്ദാകിനി.